ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഇരുട്ടത്തെന്നല്ലേ? വേറെങ്ങുമല്ല, നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ പെനാങ് എന്ന സ്റ്റേറ്റിലാണ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്, റോയൽ ഇൻഫിനിറ്റി കോണ്ടോമിനിയം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജോർജ് ടൗൺ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് പോകാൻ പോകുന്നത്. ജോർജ് ടൗൺ നമ്മുടെ പെനാങ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഈ ജോർജ് ടൗൺ. ഈ കാണുന്നതെല്ലാം റംസാൻ്റെ ലൈറ്റിങ്ങുകളായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മൾട്ടി റൈസ് ഉള്ള കൺട്രി ആയത് കാരണം ഇവിടെ റംസാനും ക്രിസ്മസും ചൈനീസ് ന്യൂ ഇയറും ദീപാവലിയും എല്ലാം ആഘോഷിക്കാറുണ്ട്. ഈ ടോളും കഴിഞ്ഞ് നമ്മൾ കയറി പോകുന്നത് മലേഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡിലേക്ക് പോകാനായിട്ട് 2 ബ്രിഡ്ജാണുള്ളത്. ബ്രിഡ്ജ് 1ഉം ബ്രിഡ്ജ് 2ഉം. ഈ കാണുന്നത് ബ്രിഡ്ജ് 1 ആണ്. അതാണ് മലേഷ്യയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജും സൗത്ത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജും. 24 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് 16 കിലോമീറ്റേഴ്സാണ്. 2012 മറ്റോ ആണ് ഈ ബ്രിഡ്ജ് 2 ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പാലമെല്ലാം ഇറങ്ങി ചെന്നപ്പോഴാണ് ഫ്രണ്ടിലേ പോയ വണ്ടിയുടെ നമ്പർ നമ്മൾ ശ്രദ്ധിച്ചത്. ഒരു യുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേരായേനെ. അങ്ങനെ നമ്മൾ ജോർജ് ടൗണിലെത്തി. ഇവിടെ ഒരുപാട് ബ്രിട്ടീഷ് കൊളോണിയൽ ബിൽഡിങ്സുകളൊക്കെ ഉള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ജോർജ് ടൗണിനെ. അതുമാത്രമല്ല ഇവിടെ ചൈന ടൗണും ഒരു ലിറ്റിൽ ഇന്ത്യ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ ജോർജ് ടൗൺ. നമ്മൾ ഇവിടെ വരുന്ന ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ മോന് സ്കൂളൊക്കെ തുറന്നത് കാരണം നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ നൈറ്റൊക്കെയാണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. വീക്കെൻഡ്സ് എല്ലാം ഭയങ്കര തിരക്കായിരിക്കും. പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ ഈ 2 സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും പാർക്കിങ്ങൊക്കെ ചെയ്ത് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലെത്തി. അവിടെ ഈ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ടോയ്സും പിന്നെ സ്പൈഡർമാൻ്റെയും ടെഡി ബിയറിൻ്റെയൊക്കെ വേഷം കെട്ടിയ കുറേ ആൾക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് ആണ്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇരുന്ന ആൾക്കാർ മസാജൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സും സ്ട്രീറ്റ് ഫുഡ്സും ഡ്രിങ്ക്സും എല്ലാം വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ പറഞ്ഞ ബിൽഡിങ്ങുകൾ. പഴയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടുത്തെ ഈ ബീച്ചുകളിലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ തിരയില്ലാത്ത ബീച്ചുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. അതിനിടയിൽ ആദ്യക്കുട്ടൻ എവിടെ നിന്നോ പോയി ഒരു കൈറ്റിനെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാനൊരു ഫുഡ് ആൻഡ് ലെഗ് മസാജൊക്കെ ചെയ്തു. ഹാഫ് ആൻ അവറിന് 30 റിങ്കറ്റാണ് ചാർജ് വരുന്നത് മസാജിന്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ മലേഷ്യൻ വിശേഷങ്ങൾക്ക് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ, സീ യു അഗെയിൻ.